ഹായ് നമസ്കാരം ഫാസിലാണ്. എൻ്റെ നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഈ ഒരു മാവ് ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടൊരു സുഹൃത്തിനോട് അതിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇതിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ചില പുതിയ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇടണം, അല്ല മാവ് നശിച്ചോ എന്നുള്ള അറിയാനാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് മാവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണിച്ചു തരാം. ഞാൻ പ്രൂൺ ചെയ്ത ഭാഗത്തൊക്കെ പുതിയ ശിഖരങ്ങൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല രീതിയിൽ വളർന്നതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ ഈ കമ്പിൽ ഞാൻ ഇല ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ ഇതിലൊക്കെ പുതിയ ഷോട്ട് വരുന്നത് കണ്ടില്ലേ. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നു. ഇതെല്ലാം ഞാൻ നിലനിർത്തണം എന്നില്ല കേട്ടോ, കാരണം ആവശ്യത്തിനുള്ള മാത്രമേ നിലനിർത്തുള്ളൂ. അതേപോലെ ഈ കമ്പിലൊക്കെ വരുന്നുണ്ടല്ലേ പുതിയ ഷോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ മെയ് മാസത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടയ്ക്കിട്ടൊരു മഴ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ പുതിയ ഷോട്ടുകളൊക്കെ ഇങ്ങനെ തെത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാർഡ് പ്രൂണിങ് നമ്മൾ മാവുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു 3 വർഷമൊക്കെ പ്രായം കഴിഞ്ഞ മാവുകളാണെന്നുണ്ടെങ്കിൽ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ അഭിപ്രായം പറഞ്ഞ ആ സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് മാവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം മാവുകൾ കൂടുതൽ ആരോഗ്യത്തോടു കൂടി വളരാനും പുതിയ നല്ല ശിഖരങ്ങൾ വരാനും അതിലൊക്കെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ മാവുകൾ പ്രൂൺ ചെയ്യുന്നത്.